നമസ്കാരം എല്ലാവർക്കും ടെക്ടോറും മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ എങ്ങനെ കളറൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാത്രമാണ്. ആദ്യം തന്നെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള പിക് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ബ്ലാങ്ക് വിൻഡോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടേക്കാണ് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് സൈഡിൽ കാണുന്ന ഇമേജ് ഐക്കണിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. സൈഡിൽ കാണുന്ന വെള്ള ഭാഗം നമുക്ക് പിന്നീട് ക്രോപ്പ് ചെയ്ത് കളയാവുന്നതാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. ഇനി റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് കാണുന്ന ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ ലെയറുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ എംപ്റ്റി ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴെ ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് പെയിൻ്റ് അടിക്കൽ മാത്രമാണ്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡ് താഴെ പെയിൻറ്റിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം സ്കിന്നിനാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു സ്കിൻ ടോൺ ജസ്റ്റ് നമ്മളങ്ങനെ സെലക്ട് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. ഏകദേശം ഒരു സ്കിന്നിൻ്റെ ടോൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം പയ്യെ ആളുടെ ഫേസിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് കളർ വരേണ്ടത് അവിടെ പയ്യെ ചെയ്ത് കൊടുക്കുക. ഈ ഫേസ് അത്യാവശ്യം വെളുത്തിരിക്കുന്നത് കൊണ്ട് ആ എഫക്റ്റ് അധികം കിട്ടത്തില്ല. എങ്കിലും ഞാൻ ഓൾമോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പാടം അവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളറ് കറക്റ്റായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള സംഭവം കിട്ടത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് റഫായിട്ട് ചെയ്യുന്നതാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുക. അപ്പോൾ ആ കളർ അവിടെ വരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഡ്രസ്സിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ്. അപ്പോഴാണ് ആ വ്യത്യാസം കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ റഫായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പച്ച കളർ സെലക്ട് ചെയ്യുകയാണ്. ആളിട്ടിരിക്കുന്ന ഒരു കോട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ച കളർ എടുത്തത്. നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ബ്രഷിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അതിൻ്റെ ഒപ്പാസിറ്റിയും വേണമെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വിടുക. ആ ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് ഇവിടെ പ്രസക്തിയുള്ളത്. ബാക്കിയെല്ലാം ജസ്റ്റ് സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്. ജസ്റ്റ് ആ എഡ്ജസ് മാത്രം കറക്റ്റാവാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണിത്. ഇതിനു വേണ്ടി മറ്റാരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ പഴയ ഫോട്ടോസോ നിങ്ങളുടെ പഴയ ബന്ധുക്കളുടെ ഫോട്ടോസോ എല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതുണ്ടോ, കറക്റ്റ് ആ കോട്ട് ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം പ്രോസസ്സ് ചെയ്തെടുക്കാൻ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ബ്ലാക്ക് കളറിൻ്റെ അവിടെയായിട്ട് കളർ വരത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം ഈസിയാണ് ഇതിനകത്ത് കളർ ചെയ്യാൻ. ആകെ വൈറ്റ് വരുന്ന ഭാഗത്ത് മാത്രമാണ് പാട് വരത്തുള്ളൂ. അതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാനും ഇറേസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളറ് ആ ചിത്രത്തിന് യോജിച്ചാവണം. കാരണം എങ്കിൽ മാത്രമാണ് ആ ഒറിജിനാലിറ്റി ഫീൽ ആകത്തുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് കളറുകൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ടൈക്ക് കളർ അടിക്കാൻ പോകുന്നത് ബ്ലാക്ക് ടൈ ആയിരുന്നു. അത് ജസ്റ്റ് നമ്മൾ കളറെടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് റെഡിഷായിട്ട് വരുന്നത് കാണാം. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ കളറൈസ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും പിക്സാർട്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ കഴിവിനും അനുസരിച്ച് അത്തരത്തിൽ ഏത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെയും പുതുമയുള്ളതാക്കി മാറ്റാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തും. Push me down to the ground. What goes around comes around. You won't put the flame out. You can't get to me. Say what you wanna say. Go take it all away. But I'm here to stay. No, you can't get to me. And there is no